144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ എല്ലാവരുടെയും സംസാര വിഷയം. പുണ്യസ്നാനത്തിൽ പങ്കെടുക്കാനെത്തിയ 30ഓളം പേർ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്രയും ബ്രഹ്മാണ്ഡ ആത്മീയ സംഗമത്തിന് യാതൊരു സുരക്ഷയും ഒരുക്കാത്ത യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സർക്കാർ വെറും നോക്കുകുത്തിയാവുകയാണ്. തിരക്കിൽപ്പെട്ട് സ്ത്രീകളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഔദ്യോഗികമായ ഒരു കണക്കും സർക്കാർ നിലവിൽ പുറത്തുവിടാത്തത് ദുരൂഹത ഉയർത്തുകയാണ്. മഹാകുംഭമേളയിലെ വിശേഷ ദിവസമായ മൗനി അമാവാസി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അമൃതസ്ഥാനത്തിനിടെയായിരുന്നു അപകടം. ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ട് വന്നതോടെയാണ് അപകടം സംഭവിച്ചത്. സ്ത്രീകൾ ബോധരഹിതരായി വീണതോടെ ഇവരെ മഹാകുംഭമേള മൈതാനത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഇത്രയധികം ആളുകൾ എത്തുന്ന കുംഭമേളയിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച യോഗി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. 7000 കോടി രൂപയാണ് മഹാകുംഭമേളയുടെ ആകെ ചെലവ്. വരവോ 2 ലക്ഷം കോടിയും. ഈ കണക്കും കവിയുമെന്നാണ് റിപ്പോർട്ടുകൾ. കാശെറിഞ്ഞ് കാശുവാരുന്ന യോഗി സർക്കാരിന്റെ സാമ്പത്തിക രാഷ്ട്രീയമാണ് ഇത് വ്യക്തമാക്കുന്നത്. പ്രയാഗ്രാജിൽ 12 വർഷത്തിലൊരിക്കലാണ് ഇത് നടക്കുന്നത്. 45 ദിവസം നീളുന്ന മഹാകുംഭമേളയിൽ 40 കോടി പേർ പങ്കെടുക്കുമെന്നാണ് UP സർക്കാരിന്റെ കണക്കുകൂട്ടൽ. മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 26 അവസാനിക്കുന്ന ചടങ്ങുകളിൽ കോടിക്കണക്കിന് പേർ പങ്കെടുക്കും. അതായത് അമേരിക്കയുടെയും റഷ്യയുടെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കുമെന്നർത്ഥം. മഹാകുംഭമേളയുടെ സുഗമമായ നടത്തിപ്പിനായി മഹാകുംഭമേള എന്ന പേരിൽ 4 മാസത്തേക്ക് പുതിയ ജില്ല ഉൾപ്പെടെ രൂപീകരിച്ചിരുന്നു. ഏകദേശം 4000 ഹെക്ടറിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. വലിയ വരുമാനമാണ് മഹാകുംഭമേളയിലൂടെ യോഗി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ആകെ 7000 കോടി രൂപയാണ് ബജറ്റ്. കുറഞ്ഞത് 2 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 40 കോടി സന്ദർശകരിൽ ഓരോരുത്തരും ശരാശരി 5000 രൂപ ചെലവഴിച്ചാണ് ഈ തുക ലഭിക്കുക. 2019 പ്രയാഗ്രാജിൽ നടന്ന അർദ്ധ കുംഭമേളയിലൂടെ 1.2 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെളിപ്പെടുത്തിയിരുന്നു. ഏകദേശം 24 കോടി തീർത്ഥാടകരാണ് അർദ്ധ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ സാമ്പത്തിക ലാഭം മാത്രം നോക്കിയപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി. ഇത്രയധികം ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടത്ര പോലീസുകാർ ഇല്ലായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ കുംഭമേളയിലെ അപകടം VIP കൾച്ചർ കാരണമുണ്ടായ ദുരന്തമെന്നാണ് ഫുട്ബോൾ താരം CK വിനീത് വെളിപ്പെടുത്തുന്നത്. അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ വിനീതും സുഹൃത്തുക്കളും സംഘംഘട്ടിൽ ഉണ്ടായിരുന്നു. VIP-കൾക്കായി വഴികൾ അടച്ചു. ആളുകൾ കൂടുതലെത്തിയപ്പോൾ പോലീസിന് നിയന്ത്രിക്കാൻ ആയില്ല. അനുഗ്രഹം വാങ്ങാൻ എത്തിയവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് വലിയ വേദനയാണ് ഉണ്ടാക്കുന്നതെന്നും വിനീത് അഭിപ്രായപ്പെട്ടു. എന്നാൽ കുംഭമേളയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല. 1954 കുംഭമേളയിൽ ആന ഇടഞ്ഞതിനെ തുടർന്ന് 8000 പേർ മരിച്ചിരുന്നു. അതോടെ കുംഭമേളയ്ക്ക് ആന എഴുന്നള്ളിപ്പ് നിർത്തലാക്കി. 1986 ഹരിദ്വാരിൽ ഉണ്ടായ അപകടത്തിൽ 200 പേർ മരിച്ചു. 2003 കുംഭമേളയോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നടന്ന ഉത്സവത്തിനിടെ 39 പേർ മരിച്ചു. 2013 അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ അപകടമുണ്ടായി. മേളയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ തീർത്ഥാടകർക്ക് തിക്കിലും തിരക്കിലും പെട്ട് അപകടം സംഭവിക്കുകയായിരുന്നു. ഇതിൽ 42 പേർ മരിച്ചു. ഇത്രയും അപകടങ്ങളുടെ ചരിത്രമാണ് കുംഭമേളയ്ക്കുള്ളത്. 5500 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അഭിമാന പ്രശ്നമാണ് കുംഭമേളയുടെ നടത്തിപ്പ്. വൃത്തിയോടെ മേള നടത്തുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. എന്നിട്ടും ആളുകൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ പരാജയം തന്നെയാണ്.